244 ജില്ലകളിലാണ് നേരത്തെ ഡോക്ടർ അരുൺ നേരത്തെ ഈ മോക്ക് ഡ്രിൽ നടന്നത് അരമണിക്കൂർ. ഈ എയർ റെയ്ഡ് സൈറനാണ്, അതായത് ഒരു വ്യോമാക്രമണം പാകിസ്ഥാൻ നടത്തുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അതാണ് ഈ ബ്ലാക്ക് ഔട്ടിലൂടെ ഇപ്പോൾ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും ഇരുട്ടിലായി കഴിയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ രക്ഷ തേടേണ്ടത്, വ്യോമാക്രമണത്തിനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളത് അത് നമ്മുടെ വ്യോമസേനയിൽ നിന്ന് തന്നെയുള്ള അലേർട്ടുകൾ വരുമ്പോഴാണ്. ഇനിയിപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തിരിച്ചടിക്കുള്ള സാധ്യത കൂടുതലായി നിൽക്കുന്ന ഒരു രാത്രിയാണിത്. അതുകൊണ്ട് ഈ ബ്ലാക്ക് ഔട്ട് എക്സസൈസ് വളരെ പ്രധാനപ്പെട്ടത്. മാത്രമല്ല അവർ ഭയക്കുന്നതും ഒരുപക്ഷെ ഇനി കൂടുതൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എയർ സ്ട്രൈക്കിന് വേണ്ടി അവർ പ്രിപ്പയർഡാണ്. പക്ഷേ തിരിച്ചടിക്കാൻ വേണ്ടി പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അവർക്കൊരിക്കലും കരമാർഗം ഇന്ത്യയെ വളരെ പെട്ടെന്നൊരു മറുപടി കൊടുക്കാൻ കഴിയില്ല, കടലിലൂടെ ഒട്ടും കഴിയില്ല. ആകെയുള്ള എന്തെങ്കിലും സാധ്യത പാകിസ്ഥാൻ്റെ എയർഫോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ അതിർത്തി ഗ്രാമങ്ങളിലോ ഏതെങ്കിലും മിലിറ്ററി യൂണിറ്റുകളിലോ ബോംബിംഗ് ചെയ്യുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ഔട്ടിലേക്ക് പോകുന്നത്. ഒരു ട്രെയിനിങ് എക്സസൈസാണ്. കാര്യം നമ്മുടെ റഡാർ സംവിധാനം വളരെ പക്കയാണ്. നമ്മുടെ എയർഷിപ്പ് നമ്മൾ നേരത്തെ മധ്യപ്രദേശിൽ നിന്ന് ഉയർത്തിയ പരീക്ഷണം നടത്തിയിരുന്നു. ഏകദേശം ഒരു 20 കിലോമീറ്റർ ചുറ്റളവിലൊക്കെ പാകിസ്ഥാൻ്റെ എയർഫോഴ്സൊക്കെ എത്തുകയാണെങ്കിൽ അതിന് കൃത്യമായ മുന്നറിയിപ്പ് കിട്ടും. സഡൻലി നമുക്ക് ബ്ലാക്ക് ഔട്ടിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു പരീക്ഷണം. അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യങ്ങളെയും നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായ പ്രതിരോധം തീർക്കുക എന്നുള്ളത്, അത് ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ മോക്ക് ഡ്രില്ലും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആകാശത്തു കൂടെ ഏത് രീതിയിലുള്ള ആക്രമണം വന്നാലും നേരിടുക എന്ന് പറയുന്നത് ജനങ്ങളെ ബോധവൽക്കരിക്കണം. കാരണം ജനങ്ങളത് ഒരിക്കലും ശീലിച്ചിട്ടുള്ള ആൾക്കാരല്ല, പ്രത്യേകിച്ച് ഇന്ത്യൻസ് ശീലിച്ചിട്ടുള്ള ആൾക്കാരല്ല. പാകിസ്ഥാനും കൂടുതൽ അവർക്ക് ഇടയ്ക്ക് അവിടെ നിന്ന് ഇവിടുന്ന് കിട്ടുന്നതുകൊണ്ട് അവർക്കത് ശീലമുണ്ടാവും. പക്ഷേ ഇന്ത്യൻസിന് അങ്ങനെ ഒരു ശീലമില്ല എന്നുള്ളതാണ്. അപ്പം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ കഴിയുക എന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്നത് അതിർത്തിയിൽ നിന്ന് 10-20 കിലോമീറ്ററിൽ അപ്പുറം ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടെ ഇന്ത്യ എടുക്കുന്നൊരു ഡിസിഷൻ, ഇന്ത്യയുടെ ആർമി എന്താണ് തീരുമാനിക്കുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇന്നലെ തന്നെ അവർ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അവർ മോക്ക് ഡ്രില്ലൊക്കെ കഴിഞ്ഞ് എല്ലാം ഭാഗമായി നിൽക്കും എന്ന് വിചാരിക്കുന്ന സമയത്താണ് വലിയ രീതിയിലുള്ള ആക്രമണം അവർ നേരിടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റുവാങ്ങുന്ന ആഘാതം എന്ന് പറയുന്നത് വലുതാണ്. അപ്പോൾ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുക എന്നുള്ളത് ഇന്ത്യൻ ആർമിക്ക് നല്ല രീതിയിൽ അറിയാൻ കഴിയുമായിരിക്കും. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്.